ഹലോ. ഹലോ. എനിക്ക് രണ്ടൊന്ന് മിസ് കോൾ ഉണ്ടായിരുന്നു. ആരും തിരിച്ചു വിളിച്ചായിരുന്നു? ഞാൻ വിളിച്ചായിരുന്നു. പറയൂ, ആരായിരുന്നു ഇത്? എൻ്റെ പേര് ജോസഫ് എന്നാണ്. കൊച്ചിയിലാണ് വീട്. പറയൂ പറയൂ. അത് മാതാവിനോട് ഇത്ര ശത്രുത എന്താന്ന് ചോദിച്ചത്. നമുക്ക് മാതാവിനോട് ഒരു ശത്രുതയിലില്ല. ഞാൻ നിങ്ങളുടെ ഡിബേറ്റിൽ പങ്കെടുത്തായിരുന്നു. മാതാവിനെ പ്രതിമയാക്കുമ്പോഴാണല്ലോ നമുക്ക് അതിനോടാണ് ശത്രുത. മാതാവിനെ കച്ചവട വസ്തുവാക്കുന്നതിനോടാണ് ശത്രുത. വിഗ്രഹാരാധന ഭാവമാണ് ബ്രദർ. അല്ല, മാതാവിനെ കച്ചവട വസ്തുവാക്കുന്നതിനാണ് നമുക്ക് ദേഷ്യം. അത്രേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. നിങ്ങള് മലയാറ്റൂരുകാരന് ആരോട് ഡിബേറ്റ് നടത്തിയില്ലേ? മലയാറ്റൂരോ? വേറെ തൃശ്ശൂരുള്ള ജിൻഡോ ആരാണ്? തൃശ്ശൂരുള്ളതാണ് ജിൻഡോ. മറ്റേ അപ്പൊ ഞാനതിൽ പങ്കെടുത്തായിരുന്നു. ഏതിലാ ഡിബേറ്റിലുണ്ടായിരുന്ന? ഞാൻ രണ്ടുപേരുടെയും കേട്ടായിരുന്നു. അല്ല, അത് കേട്ടു. ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. ഇല്ല, ഞാൻ അതിന് കമന്റ് ഒക്കെ ഇട്ടായിരുന്നേ. ഞാൻ കണ്ടായിരുന്നു. അവരെ കാണിക്കൊണ്ടായിരുന്നു ഓരോരുത്തരെയൊക്കെ. അതായിരിക്കും വിചാരിച്ചു. ഇങ്ങനെ രണ്ടുപേരും പറഞ്ഞത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ഓരോരുത്തർക്കും ഓരോ ആശയങ്ങൾ ഉണ്ടാവല്ലോ. വചനത്തിന്റെ അടിസ്ഥാനത്തില്. ഞാൻ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ജിൻഡോ ബ്രദർ പറയുന്നത് പുള്ളി വചനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നത്. അപ്പൊ അതിപ്പോ ഓരോരുത്തർക്കും ഓരോ നമ്മൾ പറയുന്ന ഒരു കാര്യത്തെ മറ്റൊരു വചനം കൊണ്ട് ഖണ്ഡിക്കാൻ പറ്റരുതെന്ന്. അതാണ് യഥാർത്ഥ പ്രബോധനം. അതാണല്ലോ അവിടെ ഖണ്ഡിക്കാൻ പറ്റാതിരുന്ന പല കാര്യത്തില്. ബ്രദർ ഖണ്ഡിച്ചോ? അങ്ങനെ രക്ഷപ്പെടല്ലേ. ബ്രദർ ഖണ്ഡിക്ക് അല്ലേ കറക്റ്റ്. അതല്ല ഞാൻ പറയുന്നതേ, ഈ നമ്മള് ഇപ്പൊ ഒരു കാര്യം പഠിപ്പിക്കുമ്പോ വേറൊരു വചനം കൊണ്ട് അത് തെറ്റാണെന്ന് മറ്റുള്ളവർ പഠിപ്പിക്കാൻ ഇടയാക്കരുത്. ബ്രദർ തെളിയിച്ചോളൂ. ബ്രദർ ഫ്രീ അല്ലേ ഇപ്പോ? ഷാർപ്പായിരിക്കണം. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അത് തെറ്റാണെന്ന് തോന്നിയെങ്കിൽ അത് തെളിയിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ബ്രദറിന് ഒരു മറുപടി തരാൻ പറ്റുമോ അതിന്? അതിന്റെ അടിസ്ഥാനമാണെന്നുണ്ടെങ്കിൽ അറിയാവുന്ന കാര്യമാണെങ്കിൽ പറയാം. അതായത് പരിശുദ്ധമ്മയുടെ മാംസരക്തത്തിന് യേശുവിന്റെ മാംസരക്തമായിട്ട് ഒരു ബന്ധമില്ലെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതെ. ഓക്കെ. ഈ മത്തായിയുടെ സുവിശേഷം 11:11 യേശുക്രിസ്തു സ്നാപക യോഹന്നാനെ കുറിച്ച് ഇങ്ങനെ ഒരു വചനം പറഞ്ഞു: സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല. അപ്പോ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ സ്നാപയോഹന്നാൻ. എന്നാൽ സ്നാപയോഹന്നാൻ പറഞ്ഞത് അതിന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയ, അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. അപ്പൊ ഞാനപ്പോ അതിനകത്തൊരു കമന്റ് ഇട്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു: പരിശുദ്ധമ്മ സാധാരണ ഒരു സ്ത്രീയാണെങ്കിലേ ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്നാപക യോഹന്നാന്റെ മുകളിൽ വചനപ്രകാരം എങ്ങനെ യേശുവിനെ കയറ്റുമെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. ഞാൻ ഈ ചോദ്യം ഓൾറെഡി ജിൻഡോനോട് ചോദിച്ചായിരുന്നു. അത് നിങ്ങൾ കേട്ടോ? ഇതേ സെയിം ചോദ്യം ഞാൻ ജിൻഡോനോട് ചോദിച്ചിരുന്നു. അത് നിങ്ങൾ കേട്ടോ? അത് ഞാൻ കേട്ടില്ല. അതാണ് ഡിബേറ്റ് കേട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ആ സമയത്ത് കമന്റ് ചെയ്യണേന്ന് എനിക്ക് ഒരാള് നമ്മളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമ്മൾ റേസ് ചെയ്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. മത്തായി സുവിശേഷം 11-ാം അധ്യായം 11-ാം വാക്യം: സ്ത്രീകളിൽ നിന്ന് ജനിച്ചവര് സ്നാപയോഹന്നാനേക്കാൾ വലിയവനില്ല, എന്നാൽ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. അപ്പോൾ യേശു ക്രിസ്തു ഒരു ഭൂമിയിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്നോ അണ്ടത്തിൽ നിന്നോ ആണ് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും വലിയ അപാകത വരുന്നത് യേശു ക്രിസ്തു സ്നാപയോഹന്നാനേക്കാൾ ചെറുതാണെന്ന് വരും. എന്നാൽ യേശുവിനെ കുറിച്ച് സ്നാപയോഹന്നാൻ വ്യക്തമായിട്ട് പറയുന്നത് എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. അവിടെ നമ്മൾ റിവേഴ്സ് അല്ല ചിന്തിക്കേണ്ടത്. ആ കാര്യത്തിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ്ലി ചിന്തിച്ചാൽ മനസ്സിലാവും. യേശു പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ, യേശു പറഞ്ഞു ഞാൻ ഈ ഭൂമിയുടേതല്ല. അപ്പൊ യേശു പറഞ്ഞ വാക്യങ്ങൾ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അവിടെ മാതാവിനെ വലിപ്പം കാണിക്കുകയല്ല, പകരം ക്രിസ്തു സ്വർഗത്തിൽ നിന്നുള്ളവനാണ്, മാതാവിന്റെ ഉദരത്തിൽ ജനിച്ചു, പക്ഷെ സ്ത്രീയിൽ നിന്ന് അവൻ ശരീരമോ രക്തമോ അണ്ടമോ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ഈ കാര്യത്തിൽ തന്നെ ക്ലിയർ ആണ്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാനവിടെ ജിൻഡോനോട് ചോദിച്ചത്. അപ്പൊ ജിൻഡോ ബ്രദർ അവിടെ കിടന്നിട്ട് വെയിറ്റ് ബ്രദർ ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം കേൾക്കാനുള്ള കാഴ്ചപ്പാടുണ്ടാകണം, അല്ലെ ചോദിക്കരുത്. ഓക്കെ. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് അവിടെ വചനം പറയുന്ന കാര്യങ്ങളിലൂടെ തന്നെയാണ് നമ്മളവിടെ പോയത്. അപ്പൊ ജിൻഡോ ബ്രദർ അവിടെ കിടന്ന് ഉരുളുമായിരുന്നു ഈ കാര്യത്തില്. അപ്പൊ യേശു ക്രിസ്തു ശരീരം മാതാവിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണിത്. അവിടെ എംബർ എമ്മാനുവൽ കൾട്ട് ടീമാണ് ഈ കാര്യത്തിൽ നേരെ ഓരോ ഒപ്പോസിഷൻ വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാതാവ് ആദിയിലേ ഉള്ളത് ദൈവത്തോട് കൂടെയുള്ളവൻ എന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നു. ഇത് ആദിമസഭയുടെ പഠനം, അപ്പസ്തോലിക പഠനങ്ങളിൽ നിന്നും വിശുദ്ധ ബൈബിളിന്റെ പൂർണ്ണമായ പഠനങ്ങളിൽ നിന്നും വിരുദ്ധമായതുകൊണ്ടാണ് നമ്മളവിടെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കുന്നത് യേശു ക്രിസ്തു മാതാവിൽ നിന്ന് ശരീരമോ രക്തമോ സ്വീകരിച്ചിട്ടില്ല. ഇനി നിങ്ങൾ പറഞ്ഞു. ഓക്കെ. ഗലാത്യ 4-ാം അധ്യായത്തിലെ കാലസമ്പൂർണ്ണം വന്നപ്പോൾ
അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി, എല്ലാ നിയമങ്ങൾക്കും അതീതനായി ജനിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. പറഞ്ഞോളൂ ആശയം. എല്ലാ നിയമങ്ങൾക്കും അധീനനായി അവൻ ജനിച്ചു എന്നാണ് എഴുതിയേക്കണം ഗലാത്യ 4. അതായത് അവന് അതുകൊണ്ട് അവൻ മനുഷ്യനെ പോലെ പരീക്ഷിക്കപ്പെട്ടു, അവന് മനുഷ്യനെ പോലെ വിശന്നു, മനുഷ്യനെ പോലെ ദാഹിച്ചു, മനുഷ്യനെ പോലെ അവൻ മലമൂത്ര വിസർജനം ചെയ്തു. അതുകൊണ്ട് നമ്മെ പോലെ അവൻ എല്ലാ കാര്യങ്ങളിലും സമനായിരുന്നു എന്നാണ് ബൈബിള് പറയുന്നത്. ഗലാത്യ 4:4 ആശയം പറയൂ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എബ്രായ ലേഖനത്തിന്റെ ആശയം പറയാം. എല്ലാ നിയമങ്ങൾക്കും അധീനനായി വന്നത്, ഭൂമിയിലെ എല്ലാ നിയമങ്ങൾക്കും അധീനനായാണ്. അത് ഭൂമിയിലെ നിയമങ്ങളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഗലാത്യ 4:4. യേശു ക്രിസ്തുവിനെ കുറിച്ച് എടുത്ത് വായിച്ചോളൂ. ഗലാത്യ 4:6-7 വാക്യങ്ങൾ വായിക്കൂ, എടുത്തു വായിച്ചോളൂ. ഞാൻ വായിക്കാം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അപ്പൊ എല്ലാ നിയമങ്ങൾക്കും അധീനനായാണ് യേശു ക്രിസ്തു ജനിച്ചത്. ഏത് നിയമങ്ങൾക്കാ? ഈ ഭൂമിയിലുള്ള എല്ലാ നിയമങ്ങൾക്കും. അങ്ങനെ എല്ലാ വചനം പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? ആ വചനം ന്യായപ്രമാണങ്ങൾക്ക് കീഴിൽ ജനിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ന്യായപ്രമാണം എന്നല്ലല്ലോ അവിടെ എഴുതിയിരിക്കണം. POC വായിച്ചേ? POC ഞാൻ വായിച്ചത് നിയമത്തിന് അധീനനായി ജനിച്ചു. അപ്പൊ എല്ലാ നിയമങ്ങളും, അതായത് മാനുഷികമായിട്ടുള്ള എല്ലാ ഇതും അവനുണ്ടായിരുന്നു. അത് ന്യായപ്രമാണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വേറൊരു കാര്യം ചെയ്യട്ടെ, പരിശുദ്ധ അത് മൂലഗ്രന്ഥത്തിൽ പ്രസവവേദന അനുഭവിച്ചാണോ പ്രസവിച്ചത്? ഒരു സെക്കൻഡ്, അത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞു. ഇനി വെയിറ്റ്. ഗലാത്യ 4:4 പറഞ്ഞിരിക്കുന്നത് ഗ്രീക്ക് മൂലഗ്രന്ഥം പോയി നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്കിവിടെ മനസ്സിലാവുകയാണ്. എന്റെ സഹോദര, ഗ്രീക്ക് നോക്കല്ലേ, കയ്യിലിരിക്കണ POC ബൈബിൾ ഇട്. ഞാനൊരു മുക്കുവനാണ്, എനിക്ക് ഗ്രീക്ക് ഭാഷയൊന്നും അറിയില്ല. എനിക്ക് രക്ഷയ്ക്കായിട്ട് ഈ മലയാളം ബൈബിളെ കൈ കിട്ടിയേക്കണത്. ഞാൻ ഇനി ഗ്രീക്ക് മൂലം പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പള്ളിച്ചെന്ന് പറഞ്ഞാൽ ഈ POC ബൈബിൾ എടുത്ത് പറ. ഗ്രീക്ക് പഠിപ്പിക്കേണ്ടി വരുമല്ല. ഗ്രീക്ക് പഠിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം, ഗ്രീക്ക് പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമാണ്. ബൈബിളിലുള്ള വായിച്ച് പ്രസംഗിച്ചാൽ പോയി ഗ്രീക്ക് മൂലത്തിലേക്ക് പോണതിന്റെ അടിസ്ഥാനം അല്ല കേൾക്കുന്നില്ല. കാരണം കേൾക്കാനുള്ള കാരണം ഈ കയ്യിലിരിക്കുന്ന വചനത്തിൽ വിശ്വാസം ഇല്ലാത്ത ആൾ ഗ്രീക്ക് പഠിക്കാൻ വേണ്ടി പോകും. പൊന്നു ജോസഫേട്ട, ഒരു സെക്കൻഡ് കേക്ക്. അല്ല കേൾക്കാൻ ഇങ്ങനത്തെ വർത്താനം പറഞ്ഞ് എനിക്ക് പോരാ. എഴുത്തും വായന അറിയാത്ത, സ്കൂളിൽ പോലും പഠിക്കാത്ത ആളെയാണ് മാർപ്പാപ്പയാക്കിയത്, ഒന്നാമത്തെ സഭനാക്കി. എന്റെ പൊന്നു ജോസഫേട്ട കേക്ക് പറയുന്നത് കേക്ക്. പക്ഷെ ആ മാർപ്പാപ്പയ്ക്ക് ഗ്രീക്ക് അറിയായിരുന്നു. മാർപ്പാപ്പയ്ക്ക് ഗ്രീക്ക് അറിയാമായിരുന്നു. പത്രോസിന് ഗ്രീക്ക് അറിയായിരുന്നു. എങ്ങനെ? എന്റെ പത്രോസിന് ഗ്രീക്ക് അറിയില്ലേ? അവര് വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യരെന്നാ പറയണത്. അവരെ കുറിച്ച് വിദ്യാവിഹീനരാണ്. പക്ഷെ അവര് അവിടെ ഉണ്ടായിരുന്ന ഒരു പരിധി വരെയുള്ള എഴുത്തും വായന അറിയില്ലായിരുന്നു. പൊന്നു ബ്രദറെ, അവർക്ക് സംസാരിക്കുന്നത് ഗ്രീക്ക് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടായിരുന്നു നന്ന്. ഗ്രീക്കും ഇംഗ്ലീഷും പറഞ്ഞു വരാൻ. ഓക്കെ, അപ്പോ അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തിന്റെ ന്യായപ്രമാണത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ അറിയാത്തത് നിങ്ങളുടെ കുഴപ്പം മാത്രമാണ്. ഗലാത്യ 4:4 വളരെ ക്ലിയർ ആയിട്ട് ദൈവവചനം പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ കീഴിൽ അവൻ ജനിച്ചു എന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ മറുപടി തരണ്ടേ? ബ്രദർ തെറ്റ് പറഞ്ഞാൽ ഞാൻ ഒരു തെറ്റും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് വിശുദ്ധ ബൈബിളിൽ POC ബൈബിളിൽ തന്നെ നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കുക. പഴയ നിയമങ്ങൾ പറയുന്നിടത്തെല്ലാം നിയമം തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, നിയമം അല്ലെങ്കിൽ ഇതേ, അതായത് കാലസമ്പൂർണതയിൽ എന്താ നമ്മൾ POC വായിച്ചേ? നിയമത്തിന് അധീനനായി. ഇതേ തന്നെ എവിടെയൊക്കെ കിടക്കുന്നത് നോക്ക് പഴയ നിയമത്തില്. നിയമാവർത്തന പുസ്തകം 17-18 എടുത്ത് വായിക്കാമോ? ഒരു കാര്യം ബ്രദറിനോട് ചോദിച്ചേക്കട്ടെ, ഒരു കാര്യം കൂടി ചോദിക്കാം. ഞാൻ പറഞ്ഞു തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ പുതിയ ചോദ്യം ചോദിക്കാം. നിയമാവർത്തന പുസ്തകം 17-18 വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ നിയമത്തിന്റെ പകർപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നിയമത്തിന്റെ പകർപ്പായ ഒരു പുസ്തക ചുരുൾ എഴുതിയെടുക്കണം. ഇത് നിയമാവർത്തനത്തെ, പഴയ നിയമത്തെ കുറിച്ച് POC ബൈബിളിൽ എല്ലായിടത്തും നിയമം എന്ന് മാത്രമേ കാണുന്നുള്ളൂ. സത്യവേദോസം തന്നെ നിങ്ങൾ വെറുതെ ഒന്നെടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ അവിടെ ന്യായ പ്രമാണം എന്നായിരിക്കും കാണുന്നത്. ഇത് ഓരോ ലാംഗ്വേജിന്റെ പ്രത്യേകതയാണ്.
ഇവിടെ പറഞ്ഞിരിക്കുന്നത് മോശയിലൂടെ നൽകപ്പെട്ട പഴയ നിയമത്തിന് വിധേയനായി തന്നെയാണ് ക്രിസ്തു ജനിച്ചത്. അതായത് ആ യഹൂദ പാരമ്പര്യത്തിൽ, അവൻ്റെ വംശാവലിയെ തെളിയിക്കുന്ന അതേ പാരമ്പര്യത്തിൽ തന്നെയാണ് ക്രിസ്തു വന്നത്. അതാണ് ഗലാത്യ 4:4 പറയുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ലോകത്തിന്റെ നിയമത്തിൽ ഇപ്പോൾ ഒരു സ്ത്രീയിൽ നിന്ന് തന്നെയാണ് ഭൂമിയിലേക്ക് വന്നത്. പക്ഷേ ലോകത്തിന്റെ നിയമമാണെങ്കിൽ അവിടെ എന്താണ് വേണ്ടത്? പുരുഷന്റെ അണ്ഡവും സ്ത്രീയുടെ ബീജവുമാണ് വേണ്ടത്. അതാണോ വന്നിരിക്കുന്ന ക്രിസ്തു? പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയെ കാണപ്പെട്ടു. ആ ഓക്കെ. അപ്പോ സ്ത്രീയുടെ അണ്ഡം എടുത്തിട്ടുണ്ടോ? സ്ത്രീയുടെ അണ്ഡം ഉണ്ടോ? ഈ പരിശുദ്ധ അമ്മ യേശുക്രിസ്തുവിനെ നൊന്താണ് പ്രസവിച്ചത്. ബ്രദറെ, സ്ത്രീയുടെ അണ്ഡം എടുത്തിട്ടാണോ പരിശുദ്ധാത്മാവ്? പ്രസവ വേദന ഉണ്ടായോ? പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥയായി എന്ന് പറയുമ്പോൾ സ്ത്രീ പുരുഷ ബന്ധത്തിലോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവും സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിലോ ഒന്നുമല്ല ഉണ്ടായത്. വചനം മാംസമായി എന്നല്ലേ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നേ. യേശുക്രിസ്തുവിനെ പരിശുദ്ധ അമ്മ നൊന്താണോ പ്രസവിച്ചത്? പ്രസവ വേദന ഉണ്ടായോ? ഉണ്ടായിട്ടുണ്ടാകാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ പൊക്കിൽ കൊടി ബന്ധമില്ലേ? ഉണ്ടാവാം. അപ്പൊ പൊക്കിൽ കൊടിയിലൂടെ രക്തം ഫീഡ് ചെയ്തില്ലേ യേശുക്രിസ്തു? ഇല്ല. ആര് പറഞ്ഞു? എവിടെ ഒരു വചനം കാണിച്ചു തരാം അങ്ങനെ ചെയ്തിട്ടില്ലെന്ന്? മെഡിക്കൽ സയൻസ് പഠിച്ചിട്ടുണ്ടല്ലോ. മെഡിക്കൽ സയൻസ് അല്ല, സാധാരണ ഒരു വളരുന്നത് ബ്ലഡ് പാസ് ചെയ്യുന്നുണ്ടോ? അമ്മയിൽ നിന്നും ഒരു കുഞ്ഞിലേക്ക് ബ്ലഡ് പാസ് ചെയ്യുന്നുണ്ടോ പൊക്കിൾക്കൊടിയിലൂടെ? പിന്നെ എങ്ങനെ വളരണ? പാസ് ചെയ്യുന്നുണ്ടോ? പാസ് ചെയ്യുന്നുണ്ട്. പാസ് ചെയ്യുന്നില്ല. പിന്നെ ഈ കുഞ്ഞെങ്ങനെ വളരുന്നത്? നിങ്ങൾ പോയി പഠിച്ചു നോക്ക്. ഒരു കുഞ്ഞിന്റെയും അമ്മയുടെയും പൊക്കിൾക്കൊടിയിൽ നിന്നും ബ്ലഡ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നില്ല. ഇത് വ്യക്തമായ മെഡിക്കൽ സയൻസ് പഠിപ്പിക്കുന്നത്. ഒരു സെക്കൻഡ് അവിടെ നിക്ക് ജോസഫേട്ട, ജോസഫേട്ട പാലിലേക്ക് നമുക്ക് പോവാം. പൊട്ടത്തരം പറയുമ്പോൾ അംഗീകരിക്കണത് അല്ല, പൊട്ടത്തരം അല്ല. നിങ്ങൾ പറഞ്ഞ പൊട്ടത്തരത്തിന് കറക്റ്റ് ആയിട്ടുള്ള തെളിവ് തരാം. നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഞാൻ വിവാഹം കഴിച്ചാന്ന് ചോദിക്കണേ. ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യം ഒന്ന് ചോദിക്കാൻ വേണ്ടിട്ടാ. നിങ്ങൾക്കൊരു വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ആവണമെന്നില്ല നിങ്ങളുടെ കുഞ്ഞിന്റെ ബ്ലഡ് ഗ്രൂപ്പ്, നിങ്ങളുടെ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ആവണമെന്നില്ല നിങ്ങളുടെ കുഞ്ഞിന്റെ ബ്ലഡ് ഗ്രൂപ്പ്. അപ്പോൾ ഒരു നെഗറ്റീവ് ഗ്രൂപ്പും ഒരു പോസിറ്റീവ് ഗ്രൂപ്പും കൂടി പരസ്പരം യോജിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഒരു സാമാന്യ മനുഷ്യന് വ്യക്തമായിട്ട് അറിയാം. ഒരുപക്ഷെ അമ്മയുടെ നെഗറ്റീവ് ഗ്രൂപ്പ് ആണെങ്കിൽ മക്കളുടെ ചിലപ്പോൾ പോസിറ്റീവ് ഗ്രൂപ്പ് ആയിരിക്കാം. ഒരുപാട് കുഞ്ഞുങ്ങൾ മരണത്തിന് കാരണമായത് ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പ്രശ്നമായിരുന്നു. അതായത് പൊക്കിൾക്കൊടിയിലൂടെ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബ്ലഡ് തമ്മിൽ പാസ് ചെയ്യുന്നേ ഇല്ല. മിനറൽസും പ്രോട്ടീൻസും മാത്രമാണ് അതിൽ കൂടെ പരസ്പരം പാസ് ചെയ്യുന്നത് എന്നല്ലാതെ യാതൊരു വിധത്തിലും ഒരു കുഞ്ഞിലേക്കും ഒരു അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പും ബ്ലഡോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കലരുന്നില്ല. ഇൻ കേസ് അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ഗ്രൂപ്പ് ആണെങ്കിൽ അമ്മ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ തന്നെ അഞ്ചാം മാസം ഒരു ഇഞ്ചക്ഷൻ വരെ കൊടുക്കും. നിങ്ങളിത് കേട്ടിട്ട് പോയാ മതി. ചോദ്യം ചോദിച്ച് നിങ്ങളിത് കേട്ടിട്ട് പോയാ മതി. ഇത് കേൾക്ക്. മണ്ടതരം പറഞ്ഞതല്ലേ. ഇത് കേൾക്കൂ. യേശുവിന്റെ ബ്ലഡും മാതാവിന്റെ ബ്ലഡും തമ്മിൽ ഇത് കേൾക്കൂ. ജോസഫേട്ടൻ ഇത് കേൾക്കൂ. കണ്ണമാലിക്കാരൻ ജോസഫേട്ടൻ, എംബറർ പൊന്നാരുടെ അടിമ കണ്ണമാലിക്കാരൻ ജോസഫേട്ടൻ ഇത് കേൾക്കൂ. ഓക്കെ. ഒരു സ്ത്രീയുടെ രക്തവും കുഞ്ഞിന്റെ രക്തവുമായിട്ട് ഒരു സ്ത്രീയുടെ രക്തവും കുഞ്ഞിന്റെ രക്തവുമായി കലരുന്നില്ല. അങ്ങനെ കലർന്നു കഴിഞ്ഞാൽ കുഞ്ഞു മരിച്ചു പോകും. അപ്പൊ അത് ആദ്യം മനസ്സിലാക്ക്. പൊന്നാറ പഠിപ്പിച്ച ബഡ്ഡത്തരം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ സാധാരണ ഒരു മനുഷ്യനായിരിക്കാം, സാധാരണ ഒരു കടൽ തൊഴിലാളി ആയിരിക്കാം. അതിലേക്ക് എനിക്ക് ബഹുമാനമേ ഉള്ളൂ. നിങ്ങളത് തുറന്നു പറഞ്ഞാൽ എനിക്ക് ബഹുമാനമേ ഉള്ളൂ. പക്ഷെ പൊന്നാറയുടെ അടിമയായിരുന്നിട്ട് മുന്നോട്ട് പോയിട്ട് എന്ത് കാര്യം? പൊന്നാറിന്റെ അടിമേണെ നിനക്കെന്താണ്? ആ മണ്ടത്തരമാണ് നിങ്ങൾ ഈ പറഞ്ഞു എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ആരുടെ അടിമയാണ്? ഞാനല്ല തീരുമാനിക്കണം. നീ ആരാ തീരുമാനിക്കണം? പ്രിയമുള്ളവരെ, നമുക്ക് മാതാവിനോട് യാതൊരു വിധത്തിലുള്ള ശത്രുതയുമില്ല. എംബർ എമ്മാനുവലിൻ്റെ ദൈവമാതാവിനോടാണ് അല്ലെങ്കിൽ വിഗ്രഹമാതാവിനോടാണ് നമുക്ക് എതിർപ്പുകളുള്ളത്. ഞാൻ എംബർ എമ്മാനുവലിൻ്റെ ദൈവമാതാവ് എന്ന് പറഞ്ഞതിന് വളരെ കൃത്യമായൊരു കാരണമുണ്ട്. കാരണം എംബറർ കൾട്ട് പ്രസ്ഥാനത്തിന് ദൈവമാതാവ് എന്ന് വെച്ചാൽ മാതാവ് ദൈവമാണ് അവർക്ക്. അത് യാതൊരു വിധത്തിലും നമുക്ക് അംഗീകരിക്കാൻ വിശുദ്ധ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നൊരു വിഷയമല്ല. അതുകൊണ്ടാണ് അവരുടെ ഇത്തരം തെറ്റായ പഠിപ്പിക്കലിനെതിരെ, അതല്ലെങ്കിൽ
കത്തോലിക്ക സഭയിൽ തന്നെയുള്ള ചില പുരോഹിതരോ ചില വ്യക്തികളോ വിഗ്രഹങ്ങളെ വെച്ചുകൊണ്ട് കൃപാസനം പോലെയുള്ള ചില തെറ്റായ നടപടികൾ നടത്തുമ്പോൾ സ്വർഗത്തിലിരിക്കുന്ന യേശുവിൻ്റെ അമ്മ മാതാവിനെ, ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട പരിശുദ്ധ കന്യകാ മറിയത്തെ വളരെ മോശമായ രീതിയിൽ അവഹേളിക്കുന്നതിനോടാണ് നമുക്ക് എതിർപ്പുകളുള്ളത്. അതല്ലാതെ യേശുവിൻ്റെ അമ്മ മാതാവിനോട് നമുക്ക് യാതൊരുവിധ ശത്രുതയുമില്ല. ഇദ്ദേഹം അത് പറഞ്ഞിട്ട് വലിയൊരു ചിരി ചിരിക്കുന്നുണ്ട്. ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ഇതിനൊരു ശ്രമം നടത്തുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവരുടെ പഠനങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന രീതി? ഈ കഴിഞ്ഞ ഇത്ര നേരമുള്ള ഓഡിയോ കോളിൽ നിങ്ങൾക്ക് വ്യക്തമായ കാര്യം മനസ്സിലായി. ഞാനിവിടെ മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന വിഷയം കൊണ്ടുവന്നുകൊണ്ട് അവിടെ മാതാവിനെ ഉയർത്തുക, പ്രത്യേകിച്ച് മാതാവ് ദൈവത്തിന് തുല്യമാണ് എന്ന തരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ പഠനത്തെ എടുക്കുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിൾ അത് ശക്തമായി എതിർക്കുന്ന ഒരു വിഷയമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവല്ലാതെ ദൈവത്തിന് തുല്യമായി മറ്റാരുമില്ല. അതിൽ ഇദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. മാതാവിൽ നിന്നല്ലാതെ എങ്ങനെ കുഞ്ഞിന് രക്തം കിട്ടും? എങ്ങനെയായിരിക്കും ബ്ലഡ് ലഭിക്കുക? നമുക്ക് പലപ്പോഴും അറിയാം, ഈ ആംബ്ലിക്കൽ കോഡ് അല്ലെങ്കിൽ പൊക്കിൾക്കൊടി എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീയും ഒരു കുഞ്ഞും തമ്മിലുള്ള, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നത് ഈ പൊക്കിൾക്കൊടിയിലൂടെയാണ്. ഇത് ഒരു നോർമൽ ഒരു വയറ്റാട്ടിയോ അല്ലെങ്കിൽ പഴയ സമയത്തുള്ള സാധാരണ പ്രസവം എടുക്കുന്ന ഏതെങ്കിലും സ്ത്രീകളോ അല്ലെങ്കിൽ നേഴ്സുമാരോ അത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നൊരു കാര്യം, ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതായിട്ട്, അതായത് ആംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യുമ്പോൾ ബ്ലഡാണ് അതിൽ നിന്നും വരുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്നു ഇതിലൂടെയാണ് കുഞ്ഞ് ജീവിക്കുന്നത്, കുഞ്ഞിന് ബ്ലഡ് ലഭിക്കുന്നത് ഇതിലൂടെയായിരുന്നു എന്നായിരുന്നു ഒരു കാലം വരെ മനുഷ്യൻ്റെ ചിന്താഗതി. എന്നാൽ സയൻസ് പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും നോർമലി നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ, അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പും കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പും രണ്ടാണ്. നമുക്ക് തന്നെ അറിയാം, ഒരു നെഗറ്റീവ് ഗ്രൂപ്പുള്ള ഒരാൾ മറ്റൊരു പോസിറ്റീവ് ഗ്രൂപ്പുള്ളൊരു ബ്ലഡ് സ്വീകരിച്ചാൽ അവന് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അപ്പോൾ എങ്ങനെയാണ് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് ബ്ലഡ് പോകുന്നത്? ഇതൊരു കാലത്തെ മനുഷ്യൻ്റെ തെറ്റായ ഒരു ധാരണയായിരുന്നു. അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് ബ്ലഡാണ് പോകുന്നത്. യഥാർത്ഥത്തിൽ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് പോകുന്നത് പ്രോട്ടീൻസും മിനറൽസും മാത്രമാണ്. ദൈവത്തിൻ്റെ സൃഷ്ടി വൈഭവമാണ്. ഒരിക്കലും യാതൊരു രീതിയിലും അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് ബ്ലഡ് പാസ് ചെയ്യുന്നില്ല. ഇതിനെക്കുറിച്ച് മെഡിക്കൽ സയൻസ് വളരെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് എറിത്രോബ്ലാസ്റ്റിസ് ഫീറ്റാലിസ് എന്ന് പറയുന്ന മെഡിക്കലുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികൾക്കും, ഇപ്പോൾ MBBS പഠിക്കുന്ന ഡോക്ടേഴ്സിനോ അതല്ലെങ്കിൽ നോർമലി എനിക്ക് തോന്നുന്നു നേഴ്സിന് പോലും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന എറിത്രോബ്ലാസ്റ്റിക് ഫീറ്റാലിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ച്. അമ്മയുടെ ബ്ലഡ് O നെഗറ്റീവോ അല്ലെങ്കിൽ ഏതെങ്കിലും നെഗറ്റീവ് ഗ്രൂപ്പ് ആണെങ്കിൽ തന്നെ അമ്മ പ്രഗ്നൻ്റ് ആകുമ്പോൾ ആ പ്രഗ്നൻസി പീരീഡിൽ 5-ാമത്തെ മാസം തന്നെ ഒരു ആൻറ്റിബോഡി, അതായത് ആ ശരീരത്തിൽ ഒരു ഇഞ്ചക്ഷൻ, അമ്മ ഗർഭിണിയാകുമ്പോൾ 5-ാം മാസം തന്നെ അമ്മയ്ക്കൊരു ഇഞ്ചക്ഷൻ കൊടുക്കും. നല്ലൊരു വിലപിടിപ്പുള്ളൊരു ഇഞ്ചക്ഷനാണ്. പണ്ടൊക്കെ 2 ഇഞ്ചക്ഷൻ വീതം 5-ാം മാസവും 7-ാം മാസവും കൊടുക്കുന്നതായിട്ടാണ്. എന്നാൽ ഇന്ന് 5-ാം മാസം കൊടുക്കുന്ന രീതിയുണ്ട്. പ്രസവത്തോട് 24 മണിക്കൂറോ 48 മണിക്കൂറിന് ഇടയിലും ഇത് കൊടുത്തിരിക്കണമെന്ന് നിർബന്ധമാണ്. കാരണം അമ്മയുടെ നെഗറ്റീവ് ഗ്രൂപ്പ് ആകുകയും കുഞ്ഞിൻ്റെ പോസിറ്റീവ് ഗ്രൂപ്പോ മറ്റേതെങ്കിലും ഗ്രൂപ്പ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഗർഭപാത്രത്തിലേക്ക് ഒരല്പം ബ്ലഡ് ഈ കട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങാനും വന്ന് കലരാൻ സാധ്യതയുണ്ട്. അങ്ങനെ കലർന്നു കഴിഞ്ഞാൽ പിന്നീട് ആ അമ്മയ്ക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഗർഭപാത്രത്തിൽ തന്നെ വെച്ച് മരിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ബ്ലഡ് ആ ഗർഭപാത്രത്തിലേക്ക് വന്നാൽ പെട്ടെന്ന് ഒരു ആൻറ്റിബോഡി അത് അവിടെ ഫോം ചെയ്യുകയും അത് പിന്നെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെ പ്രതിസന്ധി ഉണ്ടാക്കുകയും കുഞ്ഞുങ്ങൾ ഗർഭപാത്രത്തിൽ തന്നെ മരിച്ചു പോവുകയും ചെയ്യും. ആദ്യ കാലഘട്ടങ്ങളിൽ ഒത്തിരി ഗർഭസ്ഥ ശിശുക്കൾ മരിക്കാൻ കാരണം ഒരുപക്ഷെ ഇതായിരിക്കുമെന്നാണ് മെഡിക്കൽ സയൻസിലെ നിഗമനങ്ങൾ. അതായത് ഡി രോഗം എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷനാണ് അമ്മയ്ക്ക് കൊടുക്കുന്നത്. അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി, അങ്ങനെ സംഭവിച്ചാൽ തന്നെ മറ്റ് അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി, ഇനി വരുന്ന കുഞ്ഞുങ്ങൾക്ക് വൈകല്യങ്ങളോ മരണമോ സംഭവിക്കാതിരിക്കാൻ വേണ്ടി. O നെഗറ്റീവ് ഗ്രൂപ്പ് ആണെങ്കിൽ ഡോക്ടേഴ്സ് യാതൊരുവിധ കോംപ്രമൈസും ചെയ്യത്തില്ല. അമ്മ ഗർഭിണിയായ സമയത്ത് തന്നെ ഇത് ചെയ്തിരിക്കും ഈ ഇഞ്ചക്ഷൻ. പറയുമ്പോൾ പ്ലാസൻ്റ പൊട്ടാതെ ഒരിക്കലും യാതൊരു രീതിയിലും കുഞ്ഞിലേക്ക് അമ്മയിൽ നിന്നും ബ്ലഡ് ഡയറക്റ്റ്ലി ചെല്ലുന്നില്ല. അപ്പോൾ ഒരു കാലത്തെ ഒരു അബദ്ധ ചിന്തയായിരുന്നു അമ്മയുടെ രക്തമാണ് കുഞ്ഞിനെ ജീവൻ നിലനിർത്തുന്നത് എന്നുള്ളത്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ മെഡിക്കൽ സയൻസിലെ ഇന്നത്തെ സാധാ സ്വഭാവങ്ങളിലെല്ലാം വ്യത്യസ്തമാണ്. കാരണം ഒരു പുരുഷ സ്ത്രീ ബന്ധത്തിൽ നിന്നല്ല ക്രിസ്തു കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു രീതിയിലും മെഡിക്കൽ സയൻസിൻ്റെ സപ്പോർട്ട് ഈ കാര്യത്തിൽ പറയാൻ പറ്റത്തില്ല.
പക്ഷേ നോർമൽ പ്രഗ്നൻസിയിൽ പോലും നടക്കാത്ത ഒരു കാര്യം യേശുവിന് അമ്മയിൽ നിന്നും ബ്ലഡ് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയ അബദ്ധമായി പോകും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ മെഡിക്കൽ സയൻസിലെ ഈ ഒരു വിഷയം ഇതിന് സപ്പോർട്ടായിട്ട് നമ്മൾ പറഞ്ഞത്. ഇനി ഈ ഒരു വിഷയത്തിൽ മാതാവിൽ നിന്നും ശരീരം സ്വീകരിച്ചു എന്ന് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഇന്ന് പലപ്പോഴും ചെല്ലുന്നുണ്ട്. ഏതൊരു വ്യക്തിക്കും എനിക്ക് തോന്നുന്നു ഇന്ന് മൊബൈൽ ആക്സസ് ഇല്ലാത്തൊരു മനുഷ്യനില്ല. നിങ്ങൾക്ക് വെറുതെ നിങ്ങളുടെ ഗൂഗിളിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുക, 4-ാം നൂറ്റാണ്ടിലെ നിക്കിയ സൂനകദോസിൽ നമ്മൾ പ്രഖ്യാപിച്ച വിശ്വാസ പ്രമാണവും ഇന്ന് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വിശ്വാസ പ്രമാണം തമ്മിൽ വലിയ വ്യതിയാനങ്ങളുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അപ്പസ്തോലിക പാരമ്പര്യത്തിൽ നിന്ന് പുറത്തു പോയി എന്നുള്ളത് ഈ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. മറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ചു എന്നാണ് നമ്മൾ ദേവാലയങ്ങളിൽ ചെല്ലുന്നത്. എന്നാൽ ആദ്യത്തെ വിശ്വാസ പ്രമാണത്തിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന വിശ്വാസ പ്രമാണം എങ്ങനെയാണ്? അവൻ മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി താഴേക്ക് ഇറങ്ങി ശരീരമെടുത്ത് മനുഷ്യനായി. ഇത്രയേ ഉള്ളൂ. അവിടെ മറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ചു എന്നൊരു വാക്ക് ആദ്യത്തെ നിക്കിയ വിശ്വാസ പ്രമാണത്തിൽ ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് കൂട്ടിച്ചേർത്ത ഒരു വിഷയമാണ് എന്നുള്ളത് പരിശോധിച്ച് നോക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ ക്ലിയർ ആയി മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. വടവാതൂർ സെമിനാരിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പെട്രോളജി എന്നൊരു ബുക്ക്, അതിൻ്റെ വാല്യൂം 1 പേജ് നമ്പർ 171 സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണമുണ്ട്. അവിടെയും ഇങ്ങനൊരു വിഷയമില്ല. മറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ചു എന്നില്ല, പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥയായി കന്യാമറിയത്തിൽ നിന്നും ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ മറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ചു എന്ന് നമ്മൾ ഇന്ന് ചൊല്ലുന്ന ആ വിശ്വാസ പ്രമാണം അത് നിക്കിയ വിശ്വാസ പ്രമാണമല്ല, സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണമല്ല, അത് അപ്പസ്തോലിക പാരമ്പര്യമല്ല എന്നുള്ളത് വ്യക്തമായി ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. ഇനി ആദിമ സഭാപിതാക്കന്മാരും അപ്പസ്തോലന്മാരും ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? യോഹന്നാൻ തന്നെ ലേഖനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് പറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. ഇത് പറയാനുള്ള കാരണം അന്നുണ്ടായിരുന്ന യേശുവിൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള തർക്കങ്ങളായിരുന്നു. അവന് യഥാർത്ഥ ശരീരം ഉണ്ടായിരുന്നില്ല, അവൻ യഥാർത്ഥ ഒരു മനുഷ്യനായിരുന്നില്ല എന്ന ചില ചിന്താഗതികളായിരുന്നു. അങ്ങനെയല്ല, അവൻ ശരീരത്തിൽ ഈ ഭൂമിയിൽ വന്നതാണ് എന്ന് വ്യക്തമായി അപ്പസ്തോലന്മാർ എഴുതി. സഭാപിതാക്കന്മാരും ഇതേ വിഷയത്തെക്കുറിച്ച് അവൻ മറിയത്തിൽ ജനിച്ചു എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. മത്തായി സുവിശേഷം മറിയത്തിൽ ജനിച്ചതിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇവിടെ ഒന്നും മറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ചു എന്ന് യാതൊരുവിധ അപ്പസ്തോലനോ ഏതെങ്കിലും ഒരു സഭാപിതാവോ പറഞ്ഞിട്ടില്ല. സഭാപിതാക്കന്മാർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വിഷയം ഇത് തന്നെയായിരുന്നു, യേശു ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. അതാണ് നിക്കിയ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത്, എഫേസോസ് സൂനോദോസിൽ പറയുന്നത്, പിന്നീടുണ്ടായ കൽക്കദിയൻ സൂനോദോസിലും പറയുന്നത്. ഇനി എഫേസോസ് സൂനോദോസും കൽക്കദിയൻ സൂനോദോസിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ മറ്റൊരു ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും അതുവഴിയെ നമുക്ക് ചെയ്യാം. അതിൻ്റെ സാഹചര്യങ്ങളും അവിടെ വന്ന കാര്യങ്ങളും ചരിത്രങ്ങളൊക്കെ നമുക്ക് വഴിയെ നമുക്ക് ചെയ്യാം. പ്രിയമുള്ളവരെ, ഇങ്ങനെ അപ്പസ്തോലന്മാർ പറയാത്ത, സഭാപിതാക്കന്മാർ പറയാത്ത ഒരു തെറ്റായ വിശ്വാസം ഇന്ന് സഭയിൽ എങ്ങനെ കടന്നുകൂടി? ഇനി ആ കടന്നുകൂടിയതിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്താണ്? യേശു ഒരു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു എന്ന് സഭാപിതാക്കന്മാരും അപ്പസ്തോലന്മാരും നമ്മളെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ബൈബിൾ നമുക്കതിന് സാക്ഷ്യം നൽകുന്നു. എന്നാൽ ഇതിൽ നിന്നും വലിയ അബദ്ധ ഉപദേശമാണ് ഇന്ന് ജിൻഡോനെ പോലെയുള്ള അല്ലെങ്കിൽ ഇന്നുള്ള സഭയുടെ പല നേതാക്കന്മാരും പഠിപ്പിക്കുകയും മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്ന അബദ്ധങ്ങൾ. കാരണം യേശു ക്രിസ്തുവിൻ്റെ ശരീരം മറിയത്തിൽ നിന്നാണ് എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് ദൈവത്തിൽ നിന്നും മറിയത്തിൽ നിന്നും വരും. അപ്പോ ദൈവം പരിശുദ്ധാത്മാവ് മറിയത്തിൽ നിന്നും എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് യാതൊരു വിധത്തിലും ഒരു പൂർണ്ണ മനുഷ്യനാകത്തില്ല. പകരം വരാൻ പോകുന്നത് ഒന്നെങ്കിൽ നെഫ്ലിംസ് ആണ്, അതല്ലെങ്കിൽ വരാൻ പോകുന്നത് ജിൻഡോ കളിയാക്കിയതുപോലെ തന്നെയുള്ള, എനിക്ക് ആ വാക്ക് പറയാൻ വലിയ താല്പര്യമില്ല, കാരണം അദ്ദേഹം പല പ്രാവശ്യം ഏലിയൻ എന്ന് കളിയാക്കി പറയുന്നത് ഞാൻ പലപ്പോഴും വിഷമത്തോടെയാണ് ഞാനത് നേരിട്ടത്. അപ്പം ഈ തരത്തിലുള്ള ഒരു അബദ്ധമായി ഇവർ പറഞ്ഞു വെക്കുന്നത്. കാരണം നമുക്കറിയാം, ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും 23 ക്രോമോസോംസ് വീതം പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും പങ്കിട്ടുകൊണ്ടാണ് ഒരു പുതിയ കുഞ്ഞ് വരുന്നത്. ഒരു നോർമൽ പേഴ്സൺസിന്, പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാൻ പറ്റും, ഒരു കുഞ്ഞിന് അതിൻ്റെ താടയിൽ ഒരു പക്ഷേ അമ്മയുടെ ഷേപ്പാണെങ്കിൽ പല്ല് വരുന്നത് അപ്പൻ്റെ ഷേപ്പിലായിരിക്കും. ഇങ്ങനെ അവൻ്റെ ശരീരത്തിലും അവൻ്റെ സ്വഭാവത്തിലും അവൻ്റെ എല്ലാ കാര്യത്തിലും ഇവരുടെ ജീനുകൾ പരസ്പരം പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ മനുഷ്യൻ്റെ സൃഷ്ടി നോർമൽ രീതിയിൽ വരുന്നത്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 6-ാം അധ്യായത്തിൽ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്, തിന്മ ചെയ്ത മനുഷ്യരെ കുറിച്ച്, അല്ലെങ്കിൽ മുകളിൽ ദൈവസന്നിധിയിൽ ഉണ്ടായിരുന്ന, സ്വർഗത്തിലുണ്ടായിരുന്ന ദൂതന്മാർ താഴോട്ടിറങ്ങി വന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വന്ന
കുഞ്ഞുങ്ങളെക്കുറിച്ച് അവർ അധികായന്മാരായ രാക്ഷസന്മാരായ നെഫ്ലിംസുകളാണെന്നാണ് വചനം പറയുന്നത്. കാരണം എന്താ? പകുതി മനുഷ്യനും പകുതി ദൂതന്മാരുടെയും ഗണത്തിലേക്ക് വന്നപ്പോൾ അവിടെ സംഭവിച്ചത് ഒരു നെഫ്ലിംസ് എന്ന രീതിയിലേക്കാണ് അവിടെ കടന്നു വന്നത്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് വളരെ ക്ലിയർ ആണ്. യേശു ക്രിസ്തു ഒരു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാകണമെങ്കിൽ അവൻ സ്വർഗത്തിൽ നിന്നും തന്നെയാണ്, അല്ലാതെ മറിയത്തിൽ നിന്നും യാതൊരു ശരീരവും സ്വീകരിച്ചിട്ടില്ല. ഇത് നമ്മൾ പറയുന്നത് അപ്പസ്തോലിക പാരമ്പര്യം മാത്രമല്ല. യേശു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്, ഞാൻ സ്വർഗത്തിൽ നിന്നാണ്, ഞാൻ ഭൂമിയിൽ നിന്നല്ല, നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ളവർ, ഞാനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. കർത്താവ് യേശു വ്യക്തമായിട്ട് പറയുകയാണ്. വീണ്ടും മത്തായി സുവിശേഷം വ്യക്തമായിട്ട് പറഞ്ഞു, സ്ത്രീയിൽ നിന്ന് ജനിച്ചവർ സ്നാപയോഹന്നാനേക്കാൾ വലിയവനില്ല, എന്നാൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ സ്നാപയോഹന്നാനേക്കാൾ വലിയവനാണ് എന്ന് യേശു പറയുമ്പോൾ യേശു സ്വർഗരാജ്യത്തിൽ നിന്നാണ് വന്നതെന്ന് വേറൊരു തെളിവ് നമുക്ക് വേണ്ട. വളരെ ക്ലിയറായി യേശു തന്നെ പറഞ്ഞിരിക്കുക. അത് ജിൻഡോ ബ്രദർ അംഗീകരിക്കുകയും ചെയ്തു. അവിടെ അടുത്ത വാക്യം കൂടി പറയണം, വചനം മുറിച്ചു പറയരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെയൊക്കെ നമുക്ക് ക്ലിയർ ആവുന്നത് യേശുവിൻ്റെ ശരീരം ഭൂമിയിൽ നിന്നല്ല, മാതാവിൽ നിന്നല്ല എന്ന് വ്യക്തമായി ബൈബിൾ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും, യാതൊരുവിധ സംശയവുമില്ലാതെ. എന്നെ സംബന്ധിച്ച് ഞാൻ ഏതെങ്കിലും ഒരു വിഷയം തെളിവായി വെക്കുന്നുണ്ടെങ്കിൽ ആദ്യ തെളിവ് വിശുദ്ധ ബൈബിളിൽ നിന്ന് തന്നെയാണ് നമ്മൾ വെക്കാറുള്ളത്. രണ്ടാമത് ഒരു സോഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് സഭാപിതാക്കന്മാരെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെയോ നമ്മൾ നോക്കുന്നത്. പക്ഷേ ഫസ്റ്റ് സോഴ്സ് വിശുദ്ധ ബൈബിളിൽ നിന്നാണ്. അപ്പസ്തോലന്മാരോ ക്രിസ്തുവോ പഠിപ്പിച്ചതിൽ നിന്നും വ്യത്യസ്തമായ അല്ല നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ എല്ലാ കാര്യങ്ങളും, ഈ ഒരു ഡിബേറ്റ് ആകട്ടെ, അതിനുശേഷമുള്ള വീഡിയോകളാകട്ടെ, ഇന്ന് നമ്മൾ ഈ പറഞ്ഞ ഈ ഓഡിയോ കോളും അതിനൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ വിഷയങ്ങളുമാകട്ടെ, വിശുദ്ധ ബൈബിളിനോട് അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ യാതൊരുവിധ തെളിവുകളും നമ്മൾ എടുക്കുന്നില്ല. എല്ലാ ക്രിസ്തീയ വിശ്വാസികളോടും എനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. വിശുദ്ധ ബൈബിൾ എന്ത് പറയുന്നുവോ, അപ്പസ്തോലന്മാർ നമ്മൾ എന്ത് പഠിപ്പിച്ചുവോ അതിൽ നിന്നും വ്യതിചലിക്കാതെ ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുക. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക. മനുഷ്യനുണ്ടാക്കിയ വിഗ്രഹങ്ങളുടെ പിന്നാലെ, മനുഷ്യനുണ്ടാക്കിയ കച്ചവട മാതാവിൻ്റെ പിന്നാലെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന കച്ചവട തന്ത്രത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോകാതെ സത്യദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. ആ ദൈവത്തിൽ നിന്നും അകന്ന് നിങ്ങൾ പോകാതിരിക്കുക. മനുഷ്യൻ്റെ ഇത്തരം തെറ്റായ അബദ്ധ സിദ്ധാന്തങ്ങളുടെ പുറകെ പോയി തെറ്റ് വിശ്വസിക്കാതെ സത്യദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ കൂടെ ഉണ്ടാകട്ടെ. വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ ഈ ദൈവിക സത്യങ്ങൾ വെളിപ്പെടുവാൻ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപയുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.